എഴുത്തില് അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സാഹിത്യത്തിന്റെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പെണ്ണെഴുത്ത്, പെണ്ണിടം അല്ലെങ്കിൽ അവളെഴുത്ത് എന്നൊക്കെ പറഞ്ഞ പല വാക്കുകൾ കുറെ ടെർമിനോളജീസ് ഇന്നുണ്ട്. നേരത്തെയും ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചും കൂടെ കൂടുതലായിട്ട് പല പല സാഹചര്യങ്ങളിൽ പല പല വേദികൾ നമ്മൾ കാണുന്ന ഒന്നാണ് പെണ്ണെഴുത്ത്, അവളെഴുത്ത്. ഇതിന് ഇങ്ങനെയുള്ള ടെർമിനോളജീസിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല പല വ്യാഖ്യാനങ്ങളുണ്ട്. പലരും പല രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഒരു വായനക്കാരൻ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ടെർമിനോളജി അല്ലെങ്കിൽ ഒരു ടേമിനെ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മളത് എങ്ങനെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അല്ല, സാഹിത്യത്തിൽ എല്ലാ കാലത്തും വിഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഫിക്ഷനിൽ തന്നെ പല രീതിയിലുള്ള ഫിക്ഷനിലെ ജോണർ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന വിഭാഗങ്ങളുണ്ട്. അത് പിന്നെ വാദങ്ങൾക്കനുസൃതമായ ആഹ്വാന സ്വഭാവമുള്ള കൃതികളുണ്ടാകുന്നു. മറ്റു തരത്തിൽ ഇപ്പോൾ രാഷ്ട്രീയ കഥകൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് എടുക്കാവുന്ന രീതികൾ, ദളിത് കഥകൾ, അല്ലെങ്കിൽ സ്ത്രീവാദ കഥകൾ എന്നിങ്ങനെ, അല്ലെങ്കിൽ സ്ത്രീവാദ എഴുത്തുകൾ. സാഹിത്യത്തിലും അല്ലാത്ത എഴുത്തുകളിൽ ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ എന്ന് പറയുന്ന നിലയിൽ തന്നെ ഇത്തരം വാദങ്ങളും ഇസങ്ങളും ഈ പ്രത്യയശാസ്ത്ര സഞ്ചയങ്ങളും ഒക്കെ എഴുത്തിൻ്റെ പരിസരത്തും എപ്പോഴും സജീവമായി നിന്നിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം ഇങ്ങനെ പ്രചരിക്കുന്ന ഈ സോക്കോൾഡ് പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ആ ഒരു സംവിധാനത്തെ ഈ എഴുത്തിലെ സ്ത്രീവാദം എന്നുള്ള നിലയ്ക്കല്ല എടുത്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞൊരു വിഷയമുണ്ട്. അത് എഴുത്തിലെ സ്ത്രീവാദം എന്ന് പറയുന്നത് വളരെ പ്രബലമായിട്ട് നിൽക്കുന്ന, വലിയ വ്യാപ്തിയുള്ള, വലിയ ആഴമുള്ളൊരു വിഷയം കൈകാര്യം ചെയ്യുന്ന, ലോകത്താകമാനം എന്താണ് വലിയ മൂവ്മെൻറ്റുകൾക്ക്, വലിയ വിപ്ലവങ്ങൾക്കൊക്കെ ഇടം നൽകിയിട്ടുള്ളൊരു വലിയ ശാഖയാണത്. അത് എന്താണ് അക്കാദമിക് ലെവലിൽ തന്നെ പഠിക്കേണ്ട, യൂണിവേഴ്സിറ്റി നിലവാരത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു അലങ്കാരത്തിൻ്റെ സങ്കല്പമാണ്. ഇവിടുത്തെ പെണ്ണെഴുത്തെന്ന് പറയുന്നൊരു അലങ്കാരമാണ്. അതിന് ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് ചോദിച്ചാൽ, പ്രശ്നമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പരിധിയാണ് ഒരു വിഷയം. എഴുത്തിൽ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരെ മുഴുവൻ ഒരു തരം കാറ്റഗറിയിലേക്ക് നമ്മൾ പെടുത്തുന്നു. എന്നിട്ട് അവളെഴുത്ത് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങൾ അവരുടെ ചാപ്പ ഒരു ബ്രാൻഡും കൊടുത്തിട്ട് ഇവരത് സംസാരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് പോകുന്നു. ഇപ്പൊ ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഇപ്പൊ സാഹിത്യോത്സവങ്ങളിൽ പോലും എന്താ എന്ന് പറഞ്ഞ സെഷൻ കൊണ്ടുവരുന്നു. അവിടെ കുറെ സ്ത്രീ എഴുത്തുകാരെ കൊണ്ടിരുത്തുന്നു. എന്നിട്ട് അവരെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ കഥകളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. പക്ഷെ അപ്പം അവിടെ നടക്കുന്ന സീരിയസ്, ഇപ്പം ചെറുകഥയെ കുറിച്ചുള്ള ചർച്ചയാണെന്ന് വിചാരിക്കുക. അവിടെ മലയാള ചെറുകഥയെക്കുറിച്ച് സംസാരിക്കാൻ കുറെ പുരുഷന്മാർ വന്നിരിപ്പുണ്ടായിരിക്കും. പക്ഷേ ഇത് നിലവാരത്തിൽ തന്നെ ചെറുകഥ എഴുതുന്ന മറ്റു സ്ത്രീകളിലേക്ക് വരുമ്പോൾ അത് പെണ്ണെഴുത്തായിട്ട് മാറുക ചെയ്യും. ഈ കഥ എഴുത്തുകാർ എന്നുള്ള നിലയ്ക്ക് അവരെ പരിഗണിക്കാതെ അവരെ ഇപ്പോഴും സ്ത്രീ എഴുത്തുകാർ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് തന്നെ പരിഗണിക്കുന്നു. ഓക്കെ, അത് നല്ല കാര്യമാണ്, പരിഗണിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിന് വിഷയ അവതരണം അല്ലെങ്കിൽ വിഷയങ്ങളുടെ ഒരു തരം എന്താണ് തിരഞ്ഞെടുപ്പ് ഒരു പ്രശ്നമാണല്ലോ. ഈ പെണ്ണെഴുത്തെന്ന് പറയുന്നത് കുറേ വർണ്ണങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചാൽ നമ്മളീ പറയുന്ന ഇപ്പൊ ഈ ബുക്ക് ഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അത്തരം ആളുകളിലേക്ക് കാണുന്ന ചില പരിപാടികളില്ല. അതായത് വളരെ വണ്ണമുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ച അവ കൂടുതലും, അല്ലെങ്കിൽ ഈ പെണ്ണെഴുത്തെന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ കൂടുതലും സംസാരിക്കപ്പെടുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ പ്രണയം, രതി, ശരീരം, ഇത്തരം ശരീരവർണ്ണനകൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു കാറ്റഗറിയിലേക്ക് അത് കടക്കുകയും അതിൽ മാത്രമായി പരിമിതപ്പെടുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷേ മലയാളത്തിലെ എഴുത്തുകാർ എന്ന് പറയുന്നത് വളരെ പ്രബുദ്ധരായ എഴുത്തുകാരാണ്. ഒരാൾ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയാകുക എന്ന് പറയുന്നത് കനത്ത ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും എന്താണ് സുദീർഘമായ വായനകൾ ഉണ്ടാവുകയും ആ വായനയെ തുടർന്നുള്ള മനനങ്ങളും അതിനെക്കുറിച്ചുള്ള ആധികാരിക പഠനങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇറങ്ങുന്നൊരു പ്രോഡക്റ്റാണ് മലയാളത്തിലെ എഴുത്തുകാരെന്ന് പറയുന്നൊരു ഭൂരിപക്ഷം വരുന്ന എഴുത്തുകാരെന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെ കുറേ പരിധികൾ നിശ്ചയിച്ച് നിങ്ങൾ ഈ ഒരു കളത്തിൽ മാത്രം നിന്നാൽ മതി, ഇതാണ് സ്ത്രീകളുടെ ലോകം എന്നൊക്കെ പറഞ്ഞ് വരുന്നത്. ഈ സ്ത്രീവാദം എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടല്ലോ. ചരിത്രത്തിൽ ഇങ്ങനെ നടന്ന് സ്ത്രീകൾ നേടിയെടുത്തൊരു ഇടമുണ്ടല്ലോ ഈ സാഹിത്യത്തിൽ. അതിനെ മുഴുവൻ റദ്ദ് ചെയ്തിട്ട് ഇന്ന കാറ്റഗറികളിലേക്ക് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഇതിനപ്പുറത്തേക്ക് സ്ത്രീകൾ എഴുതുന്ന കഥകൾ എത്രയോ വിപുലമാണ്. അപ്പം ഭീകരമായ രാഷ്ട്രീയം സംസാരിക്കുന്നില്ലേ, ഭീകരമായ ആയി പോകുന്നു. അതാണ് ഒരു വിഷയം. അവര് സംസാരിക്കുന്നത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ലെന്നേ, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെ വിഷയങ്ങൾ അവർ സംസാരിക്കുന്നുണ്ട്. ഭീകരമായ രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, സ്വത്ത് രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ട്, പറഞ്ഞാൽ പാരിസ്ഥിതിക വിഷയങ്ങളിൽ അവർ ഇടപെടുന്നുണ്ട്, പിന്നെ ജാതി എന്ന് പറയുന്ന വിഷയത്തിൽ അവർ ഇടപെടുന്നുണ്ട്, മതത്തിൽ അവർ ഇടപെടുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നുണ്ട്, സ്ത്രീകളുടെ അവകാശങ്ങളിൽ ഇടപെടുന്നുണ്ട്, പുരുഷന്മാരുടെ അവകാശങ്ങളിൽ ഇടപെടുന്നുണ്ട്. ഇങ്ങനെ നാനാവിധത്തിലുള്ള ഏരിയകളിലെല്ലാം ഇടപെട്ട് വരുന്ന ഈ എഴുത്തുകാരും സ്റ്റിൽ കഥ എഴുതി 20-30 കൊല്ലം ആയ ആളാണെങ്കിൽ പോലും സ്റ്റിൽ
പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് അവര് ചുരുക്കപ്പെടുകയാണ്. പക്ഷെ അതല്ല, വായനാ സമൂഹം അവരെ അങ്ങനെ എന്നാ വെച്ചാൽ ഇതൊരു പരിധി വരെ ഒരു തരം മാർക്കറ്റിംഗ് സംവിധാനത്തിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സോക്കോൾഡ് സാമൂഹിക നില പരുവപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായതായിരിക്കും. ഒരുപക്ഷെ വായനക്കാർ ഇവരെ അങ്ങനെ കാണണമെന്നില്ല. ആ. ഉം. പക്ഷെ സാഹിത്യത്തിന്റെ ആ ഒരു തലങ്ങളിലേക്ക് പോകുമ്പോൾ അവർ പലപ്പോഴും ചുരുക്കപ്പെട്ടു പോവുകയാണ്. പോവാണ്. അല്ല, അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ പെണ്ണെഴുത്താണ്, ഇങ്ങനെ ഒരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ ഒരു സെപ്പറേഷന്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ഇങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് ആവശ്യമല്ലേ പലപ്പോഴും സ്ത്രീകൾ കാരണം നമ്മൾ ആണുങ്ങൾ എഴുതുന്നത് അല്ലെങ്കിൽ പുരുഷന്മാർ എഴുതുന്നത് സ്ത്രീകളെ എഴുതുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടാണ് സ്ത്രീകളുടെ എഴുത്തുകൾ. അപ്പൊ അങ്ങനെ ഒരു കാറ്റഗറി നമുക്ക് ആവശ്യമല്ലേ സാഹിത്യത്തിലേക്ക് വരുമ്പോ? അല്ല, കാറ്റഗറികൾ ആവശ്യമാണ് എപ്പോഴും. എന്നാലും നമുക്ക് അതിനെ വിഷയാധിഷ്ഠിതമായിട്ട് പഠിക്കാൻ പറ്റത്തുള്ളൂ. ഒരു സാഹിത്യത്തെ നമുക്ക് ജനറലായിട്ട് സമീപിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെ ഒരു അക്കാദമിക് നിലവാരത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണ ഒരു നിരൂപണ പ്രക്രിയയിലേക്കോ അല്ലെങ്കിൽ ആസ്വാദന പ്രക്രിയയിലേക്കോ കൊണ്ടുവരുമ്പോൾ തന്നെ എന്ത് വിഷയമാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള വാദമാണ് ഇത് മുമ്പോട്ട് വെക്കുന്നത്, ഏത് തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇത് ചർച്ച ചെയ്യുന്നതെന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ കാറ്റഗറി വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. പക്ഷേ എൻ്റെ ആക്ഷേപം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ വിമർശനം അതല്ല. എന്തിനാണ് ഒരു പരിധി നിശ്ചയിക്കുന്നത്? ഞാൻ വീണ്ടും അത് ആവർത്തിക്കും, വീണ്ടും പരിധി നിശ്ചയിക്കുന്നതെന്ന് പറയും. പിന്നെ ഈ സൂചിപ്പിച്ച സ്ത്രീ എഴുത്ത് പരിഗണിക്കപ്പെടേണ്ടതാണ്, അത് ഭയങ്കരമായി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഇപ്പം ഈ പൊതുവെ തന്നെ എഴുത്ത് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നമ്മുടെ നാട്ടിൽ വലിയ പിന്തുണയോ സപ്പോർട്ടോ ഒന്നും കിട്ടുന്നൊരു പരിപാടിയല്ല ബേസിക്കലി. നമ്മുടെ നാട്ടിൽ നല്ല ഒരിടത്തും എല്ലാവരും അവനവന് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് പലപ്പോഴും. അതുകൊണ്ട് എത്ര വലിയ എഴുത്തുകാരായാലും എത്രത്തോളം പ്രോത്സാഹനമൊക്കെ അവർക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളത് വളരെ പ്രശ്നത്തിലുള്ളൊരു കാര്യമാണ്. അപ്പം നമ്മളിപ്പോൾ പല എഴുത്തുകാരികളുടെയും ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് എഴുത്തുകാരികളുടെ ഒരു വളരെ വലിയ ചട്ടക്കൂടുകൾക്കകത്തു നിന്നുകൊണ്ട് അവരുടെ ഈ സർഗാത്മകതയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് എഴുതി വന്ന ആളുകളാണ്. അങ്ങനെ ഒരു വലിയൊരു കഠിന പ്രയത്നം, അല്ലെ എഴുത്തുകാരനാകണം, അല്ലെങ്കിൽ കഥകൾ പറയണം എന്നൊക്കെയുള്ള അതിഭയങ്കരമായ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇവർ ലൈഫ് പരിപാടി ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനെയൊരു സമയത്ത് സ്വാഭാവികമായിട്ടും എന്താണ്, അത് പരിഗണിക്കപ്പെടുക തന്നെ ചെയ്യണം. അത് പ്രോത്സാഹിപ്പിക്കപ്പെടണം. അതിന് പ്രത്യേകമായ ഇടങ്ങൾ നമ്മൾ കൊടുക്കുകയും ചെയ്യണം. അത് കാരണം എന്താ വെച്ചാൽ നാളെ ഇവരെ കണ്ടിട്ട് വേണമല്ലോ സ്വാഭാവികമായിട്ടും വരാം. ഇപ്പം വീട്ടിൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിക്ക് എഴുതാനുള്ള ആഗ്രഹം ഉണ്ടാകും, പക്ഷെ അവളെ സംബന്ധിച്ച് ചിലപ്പോൾ അവൾക്ക് എഴുതാൻ അനുകൂലമായ യാതൊരു ചുറ്റുപാടും അവളുടെ ചുറ്റും ഉണ്ടാകത്തില്ല, ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം അങ്ങനെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരെ കണ്ടിട്ടാണല്ലോ വരുന്നത്, എഴുത്തുകാരിയാകണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ അതിലേക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് ഇത്തരം ഇടങ്ങൾ ആവശ്യമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇതിനെ ഭയങ്കര സൗന്ദര്യപരമായി സമീപിച്ച് നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ, റൊമാൻറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി. അത് അവരോട് ചെയ്യുന്ന ഒരു നിന്ദയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെടുക്കുന്ന ഒരു എഫേർട്ട്, അവർ പറയുന്ന അതിഗൗരവമുള്ള വിഷയങ്ങൾ, അത് ഇപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു പൊതുബോധം അങ്ങ് ഉണ്ടായിപ്പോകും, ഇവരെഴുതുന്ന സാധനം ഇതായിരിക്കും. അത് ഒരു പരിധി വരെ ഞാൻ പ്രവീൺ പറഞ്ഞൊരു കാര്യത്തോട് യോജിച്ചുകൊണ്ട് പറയാണ്. ഒരു പരിധി വരെ പറഞ്ഞത് ശരിയാണ്. പലപ്പോഴും പെണ്ണെഴുത്ത് അല്ലെങ്കിൽ ഒരു സ്ത്രീയാണ് ഓതർ എന്നുള്ള ഒരു ഐഡിയയിൽ നിന്ന് അവർ ചിന്തിക്കുന്നത് ഇതായിരിക്കാം അതിന്റെ കോണ്ടന്റ് എന്ന് പറയുന്നത്, പെട്ടെന്ന് നമ്മൾ അതിലേക്ക് ജഡ്ജ് ചെയ്യപ്പെടുന്ന ഒരു പ്രശ്നം. അതൊരു വലിയ പ്രശ്നം. പക്ഷെ അല്ലെങ്കിൽ വേറൊരു ലെവലിലേക്ക് പോകണം നമ്മളെന്ന് പറയുന്നത്. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ഈ മഹാന്മാരായ എഴുത്തുകാരുടെ കാര്യങ്ങൾ പറയുമ്പോഴേ നമ്മൾ അവരുടെ കൂടെ ചേർത്ത് വെക്കുന്ന പേരുകളാണ് ഈ പറഞ്ഞ വിർജീനിയ വുൾഫിന്റെയും സിൽവിയ പ്ലാത്തിന്റെയും ഒക്കെ പേരുകൾ. നൊബേൽ കിട്ടിയ ഈ അടുത്ത 3 വർഷത്തെ ചരിത്രം എടുത്ത് നോക്കിയാൽ 2 നൊബേൽ കിട്ടിയത് സ്ത്രീകൾക്കാണ്. ഇവരൊന്നും ഈ പറഞ്ഞ പോലെ നമ്മൾ പെണ്ണെഴുത്തെന്ന് പറഞ്ഞല്ലോ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഇപ്പം പറഞ്ഞ ആനിയർണോ എന്ന് പറയുന്ന ആളുടെ എഴുത്തിന് എത്രത്തോളം ശക്തി ഉണ്ടെന്നുള്ളത് ലോകമാസവനം ഒരു പ്രകമ്പനം പോലെ വന്നൊരു സാധനമാണ്. ഭീകരമായ ശക്തി അവരുടെ എഴുത്തിനുണ്ടാകുന്നുള്ളൊരു പരിപാടി. അപ്പോൾ അതിന് ഇപ്പം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീവാദം എന്ന് പറയുന്ന വിഷയത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചർച്ചകൾ നടക്കേണ്ടതും എന്നാൽ ഇത്തരം ഈ ഉപരിപ്ലവമായ കാര്യങ്ങളെ അതാണ് യഥാർത്ഥം എന്നുള്ളൊരു ജഡ്ജ്മെന്റിലേക്ക് നമ്മൾ എത്താതിരിക്കുകയും ചെയ്യുന്നതാണ് ഒരു പക്വത. എനിക്ക് തോന്നുന്നു എഴുത്തുകാർ വന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം 30-40 വർഷമൊക്കെ ആയിട്ട് ഇപ്പോഴും എഴുതുമ്പോഴും അവര് നിങ്ങൾക്ക് ഇത്ര ഉള്ളൂ എന്നൊക്കെ അവരോട് പറയുന്നത് പോലെ ഒരു തരം നിസ്സാരത അവർക്ക്. ഇപ്പം പലപ്പോഴും നമ്മൾ തമ്മിലുള്ള സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീറ്റിട്ട് രാവിലെ ഒരു സ്ത്രീകഥ വായിച്ചേക്കാമെന്ന് വിചാരിച്ചല്ല ഞാനിത് ഇപ്പൊ പുസ്തകം വായിക്കുന്നത്. ഓക്കെ ഇന്ന് കൊള്ളാം, ഇന്ന് 2-3 പുരുഷ കഥ വായിച്ചു, ഇനി 2-3 സ്ത്രീ കഥ വായിക്കാം. ഇപ്പൊ ഈ കഴിഞ്ഞ വർഷത്തെ എൻ്റെ വായനകളിൽ
എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവലുകളൊന്ന് സന്ധ്യാമേരി എഴുതിയ മരിയ വെറും മരിയ എന്ന് പറയുന്ന നോവലാണ്. അതിന്റെ ഓഥർ സന്ധ്യാമേരി ആണ് എന്നുള്ളത് കൊണ്ട് അല്ലല്ലോ നമ്മളത് മികച്ച നോവലാക്കി തിരഞ്ഞെടുക്കുന്നത്. ആ എഴുത്തിന്റെ മഹത്വം തന്നെയാണ്. അതിൽ എത്രയോ പുരുഷന്മാരുടെ നോവലുകൾ വായിച്ചു, അല്ലേ? എത്രയോ മഹാന്മാരെ എഴുത്തുകാരുടെ നോവലുകൾ വായിച്ചു. അവിടെ നമുക്ക് ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ട് ആ നോവൽ വരുമ്പോഴത്തേക്ക് അത് എഴുതിയ ആളുടെ ലിംഗം അല്ല അതിനകത്ത് നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ആ നോവൽ കൈകാര്യം ചെയ്യുന്ന വിഷയം എങ്ങനെയാണ്, അതിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞതെല്ലാം റെപ്രസെൻറ്റേഷൻസ് ആണ്, പ്രധാനമായിട്ട് റെപ്രസെൻറ്റേഷൻസ് ആണ്. ഓരോ വിഭാഗം, പുരുഷന്മാരായാലും സ്ത്രീകളായാലും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന അവരവരുടെ വിഭാഗങ്ങളെയാണ് എപ്പോഴും. അപ്പം സ്ത്രീകളുടെ എഴുത്തിൽ സ്വാഭാവികമായിട്ട് അവർക്ക് പറയാനുണ്ടാവുക സ്ത്രീകളുടെ കഥകളായിരിക്കും. കാരണം നമ്മുടെ അറിയാം, ഒരു പാട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു സമൂഹമാണ്. സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. ഇപ്പോഴും കൃത്യമായ സ്വാതന്ത്ര്യം എന്താണെന്ന് പോലും അനുഭവിക്കാത്ത നാട്ടിടവഴികളുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ. അറിയുന്ന പോലുമില്ല. സ്വന്തം സ്വാതന്ത്ര്യം എന്താണെന്ന് അവർക്ക് പോലും കണ്ടെത്താൻ കഴിയുന്നില്ലാത്ത ഒരു അവസ്ഥയിലേക്കൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ അവർക്ക് സംസാരിക്കാനുണ്ടാവുക സ്വാഭാവികമായിട്ടും അവരുടെ സ്വത്വ രാഷ്ട്രീയമായിരിക്കും, അവരുടെ സ്വത്വബോധത്തിന്റെ ആവിഷ്കാരമായിരിക്കും അവർക്ക് ചെയ്യാനുണ്ടായിരിക്കുക. അപ്പൊ അതൊരു സ്വാഭാവികം. അതായത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം പറഞ്ഞ പോലെ എന്താ, നമ്മളായിരിക്കുന്ന പ്രദേശത്തോട്, നമ്മളായിരിക്കുന്ന അവസ്ഥയോട്, നമ്മളായിരിക്കുന്ന സമൂഹത്തോടൊക്കെ ചേർന്ന് തന്നെ എനിക്ക് നമ്മുടെ കഥകൾ ഉണ്ടായിട്ട് വരിക. എനിക്ക് കോട്ടയത്ത് നിൽക്കുന്ന എനിക്ക് കാസർഗോഡ് സംസ്കാരം ഏറ്റെടുത്തുകൊണ്ട് ഒരു കഥ ജനിപ്പിക്കാന്ന് പറയുന്നത് ഞാൻ റിസർച്ച് ചെയ്യണം. പിന്നെ നല്ലപോലെ റിസർച്ച് ചെയ്താൽ മാത്രം പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ റിസർച്ച് ചെയ്യണം. അപ്പം എൻ്റെ ഒരു ഗവേഷണ സ്വഭാവം അതിനകത്തോട്ട് വരണം. ഇപ്പം മലയാളത്തിൽ നിന്നുള്ള ഒരു ഉത്തരേന്ത്യൻ പശ്ചാത്തലം എത്രയോ കഥകൾ എഴുതിയിരിക്കുന്നു, നോവലുകൾ എഴുതിയിരിക്കുന്നു. പക്ഷെ നമ്മുടെ ജൈവികതയിൽ നിന്നുണ്ടായി വരുന്ന ഒരു സെന്റൻസ് ഉണ്ടല്ലോ, അത് ആദ്യം ജനിക്കുക. മറ്റേ കവിതയിൽ പറയുന്ന പോലെ ഏതൊരു വേദവും ഏതൊരു കാവ്യവും ഏതൊരു ശാസ്ത്രവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷത്തിന് വക്തത്തിൽ നിന്ന് ഞാൻ കേൾക്കണമെന്ന് പറയുന്നത് നമ്മുടെ ഭാഷയിലായിരിക്കും നമ്മൾ ആദ്യം ചിന്തിക്കുന്നതെന്ന് പറഞ്ഞ പോലെ. നമുക്ക് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ ഇംഗ്ലീഷ് പറയുന്നത്. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നോർമലായ ഒരാൾ ഇംഗ്ലീഷ് സംസാരിക്കുകയായിരിക്കും അത് അടുത്ത ഭാഷയിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം അത്രയും അങ്ങനെ ഒരു ബേസിക് തിയറി മനുഷ്യനുണ്ടല്ലോ, അത് ഹ്യൂമൻ ആനിമലിനുണ്ടല്ലോ. അപ്പം ആ ഒരു തുറയിൽ നമ്മുടെ ജൈവികതയിൽ നിന്നുകൊണ്ടുള്ള കഥ പറച്ചിലായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകുക. അത് സ്ത്രീകളിലും സ്വാഭാവികമായിട്ടും നടക്കും. അതുകൊണ്ട് സ്ത്രീകൾ കഥാപാത്രങ്ങളായി വരുന്നു എന്നതുകൊണ്ട് അത് സ്ത്രീ എഴുത്താകണമെന്നില്ല. മനസ്സിലായില്ലേ? പുരുഷൻ കഥാപാത്രമായി വരുന്നത് കൊണ്ട് പുരുഷൻ സ്ത്രീയിലേക്ക് സന്നിവേശിച്ചിട്ടില്ലേ, സ്ത്രീ പുരുഷനിലേക്ക് സന്നിവേശിച്ചിട്ടില്ലേ? അങ്ങനെ സന്നിവേശിക്കാൻ കഴിയുമ്പോഴാണല്ലോ ഇവർ എഴുത്തുകാരായിട്ട് മാറുന്നത്. മനസ്സിലായി? അത് ഒരു എഴുത്തുകാരൻ പല തലങ്ങളിലുള്ള ആളുകളിലേക്ക് തൻ്റെ ആത്മാവിനെയും ശരീരത്തെയും കലയെയും നൈപുണ്യത്തെയും കടത്തി വിടുമ്പോഴാണ് അയാൾ ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരിയായിട്ട് മാറുന്നത്. കാരണം ഒരു പെർസ്പെക്റ്റീവ് നിന്നുകൊണ്ട് തന്നെ നമുക്ക് കഥ പറയാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് ഒരു പോയിന്റ്, ഇപ്പം നാടകത്തിലൊക്കെ പ്രോബ്ലം പ്ലേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതായത് എനിക്കൊരു പോയിന്റ് പറയാനുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുന്ന കഥാപാത്രത്തെയും പ്രതികൂലിക്കുന്ന കഥാപാത്രത്തെയും ഞാൻ തന്നെ ഉണ്ടാക്കണമല്ലോ. മനസ്സിലായില്ലേ? ഇപ്പൊ ഞാനൊരു സ്ത്രീവാദമാണ് മുന്നോട്ട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വേറൊരു പബ്ലിക് സ്പേസിലേക്ക് ഞാൻ കഥയെ പറിച്ചിടുകയാണ് എന്ന് വിചാരിക്കുക. അപ്പം ഒരിക്കലും സ്ത്രീവിരുദ്ധനായ ഒരാളെ കൂടി ഉണ്ടാക്കിയേ പറ്റൂ അവിടെ. അപ്പൊ അയാളുടെ സൈക്കോളജി ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ടല്ലോ. ഈ ഒരു ടാസ്കിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാരി കഥയിലേക്ക് വരുന്നത്. അങ്ങനെയാണ് നല്ലൊരു പ്രോഡക്റ്റ് കഥ എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ടായി വരുന്നത്. അപ്പം ഇതിനൊക്കെ ശേഷിയുള്ള ആളാണ് എഴുത്തുകാര്. അവിടെ നമുക്കൊരു സെഗ്രിഗേഷന്റെ ആവശ്യമില്ല, അല്ലെ? ആവശ്യമില്ല. പരിഗണനകൾ ആവശ്യമാണ്, കാറ്റഗറികൾ ആവശ്യമാണ്. പക്ഷെ അങ്ങനെ അതൊരു പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. പകരം നമ്മൾ ഉറപ്പായിട്ട് അവരുടെ ഒരു റെപ്രസെന്റേഷൻ നമ്മൾക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. കാരണം അത് പറഞ്ഞതുപോലെ തന്നെ ഇതൊരു പെട്രിയാർക്കൽ ആയിട്ടുള്ള സൊസൈറ്റിയാണ്. സ്വാഭാവികമായിട്ടും സ്ത്രീകളായി മുന്നോട്ട് വരുന്ന എഴുത്തുകാർക്ക് നമുക്ക് അവരുടേതായ പ്രാധാന്യം കൊടുക്കണം. പക്ഷെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരിക്കലും അവരുടെ എഴുത്തുകളെ പെണ്ണെഴുത്ത് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവന്ന് അതിനെ നിസ്സാരവൽക്കരിക്കും, റൊമാന്റിസൈസ് ചെയ്ത് അതിനെ കുറെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ ശേഷിയെ കൂടി ഇല്ലാതാക്കുന്ന ഒരു പരിപാടിയായിട്ട് പലപ്പോഴും തോന്നാറുണ്ട്. കാരണം ഇത് പുരുഷൻ്റേത് മാത്രമായ ഒരു അവസ്ഥയിലേക്ക് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ പോവുകയും ലളിതമായ കാര്യങ്ങളെല്ലാം സ്ത്രീകളുടേതാണെന്ന്, ബൈക്ക് പുരുഷൻ്റെതും സ്കൂട്ടർ സ്ത്രീയുടേതും ആകുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ. ഇപ്പം കാലെത്തുന്നില്ലല്ലോ ചേച്ചി, ഒരു ഏണി വേണേ കൊണ്ടുത്തരാൻ ചേച്ചി എന്നൊരു പരസ്യത്തിൽ പറഞ്ഞ നാടാണിത്. അപ്പം അതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ഒരു സാധനം ഉണ്ടല്ലോ. ലഘുവായതൊക്കെ സ്ത്രീക്കുള്ളതും ഹാർഡായിട്ടുള്ളതൊക്കെ പുരുഷനുള്ളതും, സോഫ്റ്റ് ഡ്രിങ്ക്സ് സ്ത്രീക്കുള്ളും മദ്യം പുരുഷനും. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെയാണ് ഒരു വിഷയം കിടക്കുന്നത്. ഇപ്പോഴും അതിശയത്തോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടല്ലോ.
അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്കും ഒരു വലിയ കാര്യം എഴുതാൻ പറ്റുമെന്ന്. ഇപ്പം കെ.ആർ. മീരയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കോ എല്ലാ വിയോജിപ്പുകളും വെച്ചുകൊണ്ട് തന്നെ അവര് ഉണ്ടാക്കിയെടുത്തൊരു ഐഡന്റിറ്റി ഉണ്ടല്ലോ മലയാളത്തിൽ. ഇന്നത്തെ സാഹചര്യം ഒരു ക്രൗഡ്ഫുള്ളായിട്ട് അവർ മാറുന്നു, ഭീകരമായ വായനക്കാരുള്ളൊരു ആളായിട്ട് മാറുന്നു എന്ന് പറഞ്ഞ് മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ളൊരു ജനപ്രിയ ലെവലിൽ നിൽക്കുന്ന, ജനപ്രിയം എന്ന് പൂർണ്ണമായിട്ടും പറയുന്നില്ല, ഏറ്റവും പ്രമുഖ എഴുത്തുകാരിൽ ഒരാളായിട്ട് അവർ വരുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇതിപ്പോ ഈ പെണ്ണെഴുത്ത് എന്ന് പറഞ്ഞ് നമ്മളിപ്പോ പലപ്പോഴും നിസ്സാരവൽക്കരിച്ച് കളയണം. അല്ലെങ്കിൽ അവരെഴുതുന്ന പൊതുവിൽ ലളിതമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാരായിട്ടുള്ള എഴുത്തുകാർക്ക് ഒരു ബാധ്യത കൂടിയാണ്. അവർക്ക് ലളിതമായി ഒന്ന് എഴുതുമ്പോൾ അതെന്താ നീ അങ്ങനെ എഴുതിയിരിക്കുന്നത്, അല്ലെ, എന്ത് 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 കുഞ്ഞു കാര്യങ്ങളാണ് എന്നുള്ള ഒരു ചോദ്യത്തിലോട്ടും അവരും എത്തപ്പെടുവാണ്. ശരിക്കും നമ്മൾ അവിടെ ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ്സിനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ശരിക്കും പെണ്ണെഴുത്ത് മാത്രമല്ല കാണാതെ പോകുന്നത്, ഒരു പക്ഷെ മറ്റൊരു രീതിയിൽ എഴുതാൻ ശ്രമിക്കുന്ന പുരുഷ എഴുത്തുകാർക്കും അതൊരു ബേർഡൻ ആയിട്ട് തന്നെയാണ് മാറും. അത് ശരിയാണ്. അത് ഒരു പരിധിവരെയുണ്ട്. ഇപ്പൊ വളരെ ലൈറ്റ് ആയിട്ടുള്ള പ്രണയത്തെ കുറിച്ച് പുരുഷനെ, ഒരു ഘടാഘടിയനായ പുരുഷൻ എഴുതുമ്പോഴത്തേക്കും അതിന് ഉൾക്കൊള്ളാൻ നമുക്ക് ഇപ്പോഴും ഇപ്പൊ നിറങ്ങൾ എടുത്തോ, ചില നിറങ്ങൾ സ്ത്രീകൾക്കുള്ളതാണ്. ഒരു പിങ്ക് വസ്ത്രം ധരിച്ചൊരു പുരുഷൻ പുറത്താകുന്നു, ആളുകൾ പെണ്ണുങ്ങളുടെ ഉടുപ്പിട്ടിരിക്കുന്ന ചോദിക്കും. സ്വാഭാവികമായിട്ടൊരു ചോദ്യം അതിനകത്ത് വരും. അതിന്റെ നിറം എല്ലാവരുടെയും കൂടെ അല്ലേ? അത് സ്ത്രീയും ഈ നിറം സ്ത്രീയുടേതാണ്, ഈ നിറം പുരുഷൻ്റെതാണ് എന്ന് പോലും ഡിസ്ക്രിമിനേഷൻ ഉള്ള ഒരു സമൂഹമാണ് നമ്മുടേത്. അപ്പോൾ ആ ഒരു തലത്തിൽ ഈ പറഞ്ഞ പോലെ പുരുഷനും അതൊരു ബാധ്യതയാവുക. അയാൾക്ക് നാളെ വളരെ നൈസർഗികമായ ഒരു സാധനത്തിലേക്ക് അയാളുടെ ഭാവനയെ കടത്തിവിടാൻ നേരം അയാൾ ഒന്ന് ശങ്കിക്കും. പിന്നെ പെണ്ണുങ്ങൾ എഴുതുന്ന പോലെ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമായിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ പക്ഷെ അതൊന്നുമല്ല, ഇതൊന്ന് എഴുത്തെന്ന് പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. സത്യസന്ധത എന്ന് ഉദ്ദേശിക്കുന്നത് ഫിക്ഷൻ്റെ കാര്യത്തിലല്ല, മറിച്ച് ആ എഴുതുന്ന പ്രക്രിയ ഉണ്ടല്ലോ, അതിനെ വളരെ സത്യസന്ധമായിട്ട് ആയിരിക്കും എല്ലാ എഴുത്തുകാരെ സമീപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വളരെ ജൈവികമായി നമ്മുടെ വളരെ നോർമലായി നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പം എൻ്റെ ഭാവനയെ ചിലപ്പം വളരെ കഠിനമായിട്ടായിരിക്കാം പുറത്തു വരുന്നത്, വളരെ ലളിതമായിട്ടായിരിക്കാം പുറത്തു വരുന്നത്. അതിനെ നിർണ്ണയിക്കേണ്ടത് പൂർണ്ണമായും എഴുത്തുകാരനാണ്. അത് അയാളുടെ മാത്രം സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തിന് കൽപ്പനകൾ കൊടുക്കാനായിട്ട് സമൂഹമല്ല അത് നിശ്ചയിക്കേണ്ടത്. ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗങ്ങളുടെയോ ഇതിനു വേണ്ടിയിട്ട് തങ്ങളുടെ ഭാവനകളെ ചെയ്ത് കളയേണ്ട ഒരു നിലയിലേക്ക് എഴുത്തുകാർക്ക് പോകാതിരിക്കാനും ഇത്തരം കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. അതാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് എഴുത്താണ് പ്രധാനം, കഥയാണ് പ്രധാനം. അത് ആരെഴുതുന്നു എന്നുള്ളതല്ല, കഥയിലാണ് കാര്യം. അങ്ങനെയാണ് പ്രിയപ്പെട്ട എഴുത്തുകാരുടെ അറിവിലേക്കും കൂടെയാണ് ഞങ്ങൾ കഥകൾ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ പെണ്ണെഴുത്ത് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേജിലിരിക്കേണ്ടി വരുന്ന സ്ത്രീകളുണ്ടല്ലോ, അപ്പം അവരോട് കൂടിയാണ് പറയുന്നത്, നിങ്ങളുടെ കഥകൾ ഞങ്ങൾ വായിക്കുന്നത് നിങ്ങൾ പെണ്ണായതുകൊണ്ടല്ല, നിങ്ങൾ എഴുതുന്ന കഥകൾ നല്ലതായതുകൊണ്ടാണ്, നിങ്ങൾ എഴുതുന്ന കഥകൾ ഗംഭീരമായതുകൊണ്ടാണ് നമുക്കത് വായനയിലേക്ക് വരുന്നത്. നിങ്ങളുടെ ഒരു കഥ അടുത്ത ആഴ്ചപ്പതിപ്പിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കത് നോക്കിയിരിക്കുന്നത് നിങ്ങളുടെ കഥകൾ, നിങ്ങൾ ഭൂതകാലത്ത് എഴുതിയ കഥകൾ നല്ലതായിരുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ കഥകൾ നോക്കിയിരിക്കുന്നത്. അല്ലാതെ രാവിലെ എണീറ്റു പല്ല് വെച്ചു ഒരു സ്ത്രീ കഥ വായിച്ചേക്കാം എന്ന് തീരുമാനിച്ചുകൊണ്ടല്ല ഞങ്ങളതൊന്നും ചെയ്യുന്നത്. പുരുഷന്മാരുടെ കാര്യത്തിൽ അത് തന്നെ, പുരുഷ കഥ വായിച്ചേക്കാം വിചാരിച്ചല്ലല്ലോ നമ്മൾ ആരും സമീപിക്കുന്ന അത്തരം വിഷയങ്ങളെ. നമ്മൾ പുരുഷനെ വായിക്കുന്ന ഒരു നോർമൽ വായനയെ സ്ത്രീകൾ വായിക്കുന്ന ഒരു പെൺവായനയായിട്ട് മാറുന്നു എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതിനോടാണ് എൻ്റെ വിയോജിപ്പ് കേട്ടോ. അതാണ് വിയോജിപ്പ്. ഈ പ്രത്യേക പരിഗണന കൊടുക്കുന്നതിന് അതൊന്നുമല്ല. പുരുഷനെ വായിക്കുമ്പോൾ വായന, സ്ത്രീയെ വായിക്കുമ്പോൾ പെൺവായന, പെണ്ണോട്ടം, പെണ്ണിടം, സ്ത്രീകൾ ചെയ്യുന്നത് എല്ലാത്തിലും കൂടെ അത് മനുഷ്യൻ്റെതല്ല, വേറെന്തോ സംഭവമാണ്. അത് ഇടം എന്ന് പറഞ്ഞാൽ പ്രശ്നമില്ലല്ലോ, അവിടെ എല്ലാവരും ഉണ്ടല്ലോ. എഴുത്തെന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണല്ലോ. അപ്പൊ അങ്ങനെ ദയവ് ചെയ്ത് അതിനെ നമ്മുടെ ഈ ഫെമിനിസ്റ്റ് ചിന്താഗതിയുമായിട്ട് മിക്സപ്പ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. അത് സ്ത്രീവാദം എന്ന് പറയുന്നത് വളരെ ഗൗരവമേറി ചർച്ച ചെയ്യേണ്ട, ഈ പറഞ്ഞ ചരിത്രപരമായിട്ടും അല്ലാതെ ഒക്കെ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള, വലിയ ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അത് ആ തലത്തിലല്ല ഇത് നിലനിൽക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് ഇതിനെ ഒരു വിമർശനത്തോടു കൂടി അതിനെ സമീപിച്ചതെന്ന് മാത്രം.